നമ്മളെ ജീവിതം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെ ഒന്നാണ് കേട്ടോ ഈ കണ്ണ് കിട്ടുക കണ്ണേറ് എന്നൊക്കെ പറയുന്ന സാധനം. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ചിലപ്പോൾ ഈ കണ്ണ് കിട്ടാൻ മാത്രം ഒന്നും ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം ലൈഫിൽ. എന്ത് തന്നെ ആയാലും ഇങ്ങ് ജർമ്മനിയിൽ വന്നു കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഇതൊക്കെ ശരിയാണോ ഉള്ളതാണോ? നമുക്കിങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് ആയിരിക്കുമല്ലോ. പിന്നെ എനിക്കത് സത്യമാണെന്ന് മനസ്സിലായി തുടങ്ങി. അതിനുശേഷം എനിക്കിപ്പോൾ ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ആരെയാ വിശ്വസിക്കുക, ആരെയെ വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെ നമുക്ക് തോന്നണ പോലെ അങ്ങനൊന്നുമല്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എവിടുന്നാണ് ഈ പാര വരുന്നതെന്നുള്ളത്. നമ്മളെ വിളിക്കാറേ ഇല്ലാത്ത, നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിച്ചറിയുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളോട് നല്ല അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ആൾക്കാർ. പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ വലിയൊരു പ്രശ്നമുണ്ട്. കേൾക്കുന്ന പലർക്കും തോന്നും, "അയ്യോ ഇതിപ്പോൾ ഞങ്ങളെ വല്ല ഉദ്ദേശിച്ചിട്ടാണോ എന്ന്." അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്തായാലും എൻ്റെ ഈ വീഡിയോ കേൾക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ, എന്താണെന്നറിയില്ല. അവർക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മൾ നശിച്ച് കാണണമെന്ന് ഇങ്ങനെ ചിന്തിക്കുക. എന്തിനാല്ലേ ഇങ്ങനെയൊക്കെ? ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ അങ്ങ് ജീവിച്ച് തീർക്കാനുള്ളതിന് ഇങ്ങനെ അസൂയയും കുശുമ്പും പിടിച്ച് ഈ കരിങ്കണ്ണും വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഒപ്പം ജീവിക്കുക. ഒപ്പമല്ല, നമ്മളവരുടെ ഒപ്പമല്ല, എന്നാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ദൈവമേ, അവരുടെയൊക്കെ മുമ്പിൽ ഇതുപോലെ ഡോർ അങ്ങോട്ട് കൊട്ടിയടയ്ക്കുക. എന്നിട്ട് ജീവിതം സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരും മതിയെന്നേ കൂടെ. എന്തിനാ ഈ കുശുമ്പും അസൂയൊക്കെ ഉള്ള ആൾക്കാർ?